ഹായ് ഹലോ വെൽക്കം ടു ഫാമിലി ടൈൽസ്. സാധാരണ ഒരു കട എവിടെയാണെങ്കിലും അത് തുടങ്ങി അന്ന് തന്നെ പോയിട്ട് വീഡിയോ ചെയ്യുക, അത് എത്രയും പെട്ടെന്ന് അപ്ലോഡ് ചെയ്ത് ആദ്യം നിങ്ങൾ കാണുന്നത് നമ്മുടെ വീഡിയോ ആയിരിക്കണം എന്നുള്ള രീതിയിൽ പ്രസൻറ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് ഉള്ളത്. പക്ഷെ ഞാൻ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ ഷോപ്പ് വന്നിട്ട് കുറച്ചായി, ഒരു മാസത്തിലധികമായി. അപ്പോൾ ഈ ഒരു ഷോപ്പ് വരുന്ന ഒരു സമയത്തെടുത്ത വിഷ്വൽസാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇത്രയും സ്റ്റൈലിഷ് ആയിട്ട് അതിൻ്റെ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ നമുക്കൊരു പകൽ വെളിച്ചത്തിൽ കാണുന്നതിൻ്റെ ഒരു ബ്യൂട്ടി തന്നെ അടിപൊളിയാണ് അല്ലേ. അപ്പോൾ നല്ലൊരു ഇൻറ്റീരിയർ, നല്ലൊരു അടിപൊളി സ്ഥലത്താണ് ഇത് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ചിറക്കൽ പാർക്കിൻ്റെ തൊട്ടടുത്ത് നമ്മൾ അയ്യപ്പങ്കാവിലേക്ക് പോകുന്ന റോട്ടിൽ പാലം കടന്ന ഉടനെയാണ് കേട്ടോ ഈ ഒരു ഷോപ്പ് വന്നിട്ടുള്ളത്. ഇത് ചായ് വാല. ഇവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. പൊതുവെ പല ആളുകളും ഇവിടെ വന്ന് ചായയൊക്കെ കുടിച്ചിട്ട് ഇവിടുത്തെ ചായ പോരാ, അല്ലെങ്കിൽ കടിക്ക് വില കൂടുതലാണ് എന്ന് മാത്രമേ പറയണ കേട്ടിട്ടുള്ളൂ. സമൂസയൊക്കെ 3 റുപ്യക്കും 5 റുപ്യക്കും 10 റുപ്യക്കും ഒക്കെ പല സ്ഥലത്തും കിട്ടും. അതിൻ്റെതായ വ്യത്യാസങ്ങൾ ഉണ്ടാവും, അത് മനസ്സിലാക്കണം. ഇപ്പോൾ സമൂസ തന്നെ ആയിക്കൊള്ളണമെന്നില്ല. സമൂസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല രീതിയിൽ പല സ്ഥലത്ത് കിട്ടും. പക്ഷേ ഇവിടുത്തെ സമൂസ വർത്താണ്. 15 രൂപയാണ് ഇവിടുത്തെ സമൂസയുടെ വില. ഞാൻ ഇവിടുത്തെ സമൂസയുടെ ഒരു ആരാധകൻ കൂടിയാണ്. പിന്നെ ഒരുപാട് കടികൾ ഇവിടെ ഉണ്ട്. ഞാനിതെല്ലാം ഒന്നും കഴിച്ചിട്ടില്ല. ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഈ ഒരു കിഴി സംഭവം അത് കൊള്ളാം, ഇത് കൊള്ളാം. ഇതിനകത്ത് മുട്ടയാണ് വരുന്നത് കേട്ടോ. തുർക്കി സ്പെഷ്യൽ റോൾ എന്ന് പറയുന്നതിനകത്ത് 2 എഗ്ഗിൻ്റെ പീസാണ് വരുന്നത്. അതേപോലെ തന്നെ ഇവിടെ ഷവർമ്മ ഉണ്ട്. അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. മോമോസ് ഉണ്ട്. എടുത്ത് പറയേണ്ട ഒരുപാട് വെറൈറ്റി ഐറ്റംസ്. പിന്നെ ഇവിടുത്തെ സാൻഡ്വിച്ചസ് ആയിക്കോട്ടെ, പിന്നെ ബർഗേഴ്സ് ആയിക്കോട്ടെ, ഒക്കെ കിടുവാണ്. ഷവായ ആയിക്കോട്ടെ, ഇതെല്ലാം നമ്മൾ പല ദിവസങ്ങളിലായിട്ട് വന്നിട്ട് കുടിക്കുകയും കഴിക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ പേരിലാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. വീഡിയോ പലപ്പോഴായി പല ഘട്ടങ്ങളിലായിട്ട് നമ്മൾ എടുത്തു വെച്ച ചെറിയ ചെറിയ വിഷ്വൽസ് കൂട്ടിച്ചേർത്താണ് വീഡിയോ സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് ജ്യൂസ് ഐറ്റംസ് ആണ്. അല്ലെങ്കിൽ ഞാൻ ഒരൊറ്റ ദിവസം കൊണ്ട് ഇതെല്ലാം എക്സ്പ്ലോർ ചെയ്തിട്ട് അല്ല പറയുന്നത്. പല ദിവസങ്ങളിലായി വന്നത്. ഇവിടുത്തെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം ഇവിടുത്തെ പാൽക്കപ്പയും ബീഫുമാണ്. പാൽക്കപ്പയും ബീഫ് എന്ന് പറയുന്ന ഐറ്റം കിഡുവാണ്. കിഡു എന്ന് പറഞ്ഞാൽ അതിന് അത്ര കിഡുവാണ്. പിന്നെ ഇവിടുത്തെ ഒരു ചായ സ്പോട്ട്, ചായ കടികൾ, സംഭവങ്ങൾ, ആ ഒരു ചായയുടെ ഒരു ആംബിയൻസ്, അതിൻ്റെ ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. നല്ല തിരക്കുള്ള ഷോപ്പാണ് കേട്ടോ. പിന്നെ അടിയിലും മുകളിലും ഒക്കെ ആയിട്ട് ഒരുപാട് പേർക്ക് ഇരുന്ന് കഴിക്കാനൊക്കെ സൗകര്യമുണ്ട്. പിന്നെ ഇവിടുത്തെ ഗെറ്റ് ടുഗദറുകളായിക്കോട്ടെ, കല്യാണത്തിൻ്റെ ബ്രൈഡൽ സംഭവങ്ങളായിക്കോട്ടെ, ഒക്കെ ചെയ്യാനുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ ഇവർ ഒരുക്കുന്നുണ്ട് എന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. ഞാൻ ഇവരാരോടും സംസാരിച്ചിട്ടില്ല. ഒരു പെയ്ഡ് പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നും അല്ലത്. ഞാൻ അവിടെ പോയി അനുഭവിച്ചറിഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ ഞാൻ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഐറ്റാണ് ഞാൻ പറഞ്ഞിട്ടുള്ള പാൽക്കപ്പ കേട്ടോ. പാൽക്കപ്പ അതിൽ തേങ്ങാക്കൊത്തിട്ട് വരട്ടിയെടുത്തിട്ടുള്ള ബീഫും നല്ല ക്രീമി ആയിട്ടുള്ള പാൽക്കപ്പയാണ് കേട്ടോ. അത് കഴിക്കുമ്പോൾ കിട്ടുന്നൊരു ഫീല്, അത് വേറൊരു അനുഭവം തന്നെയാണ്. നിങ്ങളുടെ ഒരു മസ്റ്റ് ട്രൈ ഐറ്റാണ് ചായ്വാലയത്തെ ഈ ഒരു ഐറ്റം. നിങ്ങൾ എന്തായാലും ഇവിടെ പോയി ഈ ആംബിയൻസിൽ ഇരുന്നിട്ട്, ഒരിക്കലും പാർസൽ ചെയ്ത് പോയി കഴിക്കരുത്. ഈ ഒരു ആംബിയൻസിൽ ഇരുന്നിട്ട് ഒരു ഈവനിങ് ടൈമിൽ ചെല്ലുക. ഈവനിങ് ടൈമിൽ മിക്കപ്പോഴും അവിടെ തിരക്കായിരിക്കും. എന്നാലും ഞാൻ സജസ്റ്റ് ചെയ്യുന്നൊരു സമയം ഈവനിങ് സമയമാണ്. ആ ഒരു പകൽ വിട്ടുമാറി ആ ഒരു നൈറ്റിലേക്ക്, ആ ഒരു ഇരുട്ടിലേക്ക് കയറുന്ന ഒരു സമയത്തിൻ്റെ ആ ഒരു ഫീൽ ഉണ്ടല്ലോ, അതൊന്ന് അനുഭവിച്ചറിയണം. ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾ ആ ഒരു സമയത്ത് ഇവിടെ നിന്ന് ചെല്ലുക. പിന്നെ ഇവിടുത്തെ മെനുവും കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് സൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടുത്തെ കാര്യങ്ങളും അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ റേറ്റിനുള്ള ഒരു റേറ്റ് ഒരു 2 രൂപ 5 രൂപ വ്യത്യാസം ഉണ്ടെങ്കിൽ അതിന് അനുസരിച്ചുള്ള സാധനം അതിലുണ്ട്. അത് നിങ്ങൾ കഴിച്ചു നോക്കി മനസ്സിലാക്കി എല്ലാവരോടും പറഞ്ഞാൽ മാത്രമാണ് ഇത് വിജയിക്കുകയുള്ളൂ.